ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ തൊട്ടടുത്ത ഐലൻഡായ ദംഗത്തിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റൽ സൗകര്യങ്ങൾക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഫെറി പോകുന്നതിന് മുന്നേ അവിടെ എത്തണം. കാരണം ഈ ഒരു ഫെറി മാത്രമാണ് നമുക്ക് മറ്റ് ഐലൻഡിലേക്ക് എത്തിക്കാനുള്ള ഏക ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ഒരു ലോഞ്ച് ഉണ്ടെങ്കിലും അത് വളരെ എക്സ്പെൻസീവാണ്. ഫെറിയിലുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എസ്പെഷ്യലി നല്ല ചൂടായിരിക്കും. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പലപ്പോഴും ഫെറിയുടെ ഏറ്റവും മുൻപിൽ പോയാണ് ഇരിക്കാറ്. ഫറ കുറച്ച് പേടിച്ചു പോയിട്ടോ, അതുകൊണ്ട് ആളെ ഫെറിയുടെ ഉള്ളിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. ആ ചില്ലുകൂടിലിരിക്കുന്ന വെള്ള താടിക്കാരനെ കണ്ടില്ലേ? അതാണ് നമ്മുടെ കപ്പിത്താൻ, വെൽ എക്സ്പീരിയൻസ് ഡ്രൈവർ. അങ്ങനെ നമ്മൾ കുറച്ച് ക്ഷീണിച്ചിട്ടാണെങ്കിലും ദംഗത്തിയിലെത്തി. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഈ ഐലൻഡിൽ ഒരു വലിയ ബോട്ട് യാർഡ് തന്നെയുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ ഷോർട്സിലുണ്ട് കേട്ടോ. അവിടെ ഒരാൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് ബോട്ട് എഴുതുന്ന കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഐലൻഡിൽ വരുമ്പോഴെല്ലാം ഇവിടെയുള്ള ആൾക്കാർ ഒരു നിറഞ്ഞ പുഞ്ചിരിയായിട്ടാണ് ഞങ്ങളെ വരവേൽക്കാറ്. ഒരു പക്ഷേ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുള്ളത് കൊണ്ടും കുറേ പേര് വരുന്നതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഇവിടെ വന്നാൽ ഒരുപാട് ടൂറിസ്റ്റുകളെയും പരിചയപ്പെടാൻ പറ്റാറുണ്ട്. ഇവര് അങ്ങ് ദൂരെ ഡെൻമാർക്കിൽ നിന്ന് വന്നവരാണ് കേട്ടോ. അവരുടെ യാത്രയുടെ വിശേഷങ്ങളെല്ലാം കേട്ടപ്പോൾ കൊതിയായി. അവർ ഒമാൻ, ഇന്ത്യ, ശ്രീലങ്ക പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടത്രേ. അടുത്ത ലക്ഷ്യം സ്നോ ലെപ്പേർഡാണ്. ഇവരുടെ കൂടെ സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഫെറി ഏകദേശം ഒരു 9 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോഴേക്കും സൂര്യൻ ചേട്ടൻ ഫുൾ ഓണായിരുന്നു. ചൂടും വെയിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ചുറ്റിക്കറങ്ങാനും നമ്മൾ മെനക്കെട്ടില്ല. ഈ ഐലൻഡിൽ ഒരുപാട് കടകളുണ്ട്. ഇവിടെ വന്നാൽ ഷോപ്പിങ്ങിനൊരു ഭംഗിയുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് സൊവിനിയർ ഷോപ്സും മാൽഡീവിയൻ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കടകളും ഇവിടെ കാണാറുണ്ട്. എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ഷെൽസ് ആൻഡ് കോറൽസ് ആണ്. ആർക്കും വന്ന് എടുത്തുകൊണ്ട് പോവാം. പക്ഷെ ആരും എടുക്കില്ല. ഇവിടെ പൊതുവേ ക്രൈം റേറ്റ്സ് കുറവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഐലൻഡിലൊക്കെ രാത്രി 12 മണിക്ക് വരെ ഒറ്റയ്ക്ക് ഇറങ്ങി ധൈര്യമായിട്ട് നടക്കാം. മാൽഡീവ്സിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ആൾക്കാരുടെ കരവിരുത്. അതിനായിട്ട് പ്രത്യേക ആർട്ടിസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും എല്ലാ പണിയും എടുക്കും. ഇവിടുത്തെ സ്കൂൾ സിലബസിൽ തന്നെ ക്രിയേറ്റീവ് ആർട്സിന് മറ്റ് സബ്ജക്ട്സിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇവിടെ നിന്നാണ് നമ്മൾ മെഡിക്കൽ എടുക്കാറ്. അതിനാവശ്യമുള്ള ഫോട്ടോയും ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഫാർമസിയും അതിൻ്റെ അപ്പുറത്തായി പോലീസ് സ്റ്റേഷനും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ പോലീസ് സ്റ്റേഷനൊന്നും അല്ല കേട്ടോ. ഈ ഐലൻഡിൽ ജയിലൊന്നുമില്ല. അതിനോട് ചേർന്ന് തന്നെയാണ് ദംഗത്തി കൗൺസിൽ. ഇവിടെയുള്ള എല്ലാ ഓഫീസുകളും റോഡും എല്ലാം വളരെ വൃത്തിയോടെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. ഈ കാണുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്തൂപമാണ്, ഹന്തുറുമ്പ. പണ്ട് ഇവിടെയുള്ളവർ മീൻ പിടിക്കാനായി അർദ്ധരാത്രി നടുകടലിൽ പോയി. അവരുടെ തോണിയിലുണ്ടായിരുന്ന ഒരു കുടത്തിൽ ചന്ദ്രക്കലയുടെ റിഫ്ലക്ഷൻ കണ്ടു. ഇത് കണ്ട് എക്സൈറ്റഡ് ആയ അവർ ആ കുടത്തിൻ്റെ മൂടിയും അടിച്ച് നേരെ പോയത് രാജാവിൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് രാജാവിന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് കുടം തുറന്ന് നോക്കിയപ്പം ചന്ദ്രനെ കാണാനില്ല. സംഭവത്തിന് കോമഡി ആണെങ്കിലും ഇവിടെയുള്ളവർ വളരെ പ്രൗഡായിട്ടാണ് ഈ കഥ പറയാറ്. ആ കഥയുടെ ഓർമ്മക്കായാണ് ഈ സ്തൂപം ഇവിടെ ഉള്ളത്. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഈ ഐലൻഡിലുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് പോയി. ഈ നീലക്കടലിൽ മീൻ കൂട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. കുഞ്ഞൻ മീനിനെ പിടിക്കാൻ വലിയ മീനുകൾ പല പരാക്രമങ്ങളും നടത്തുന്നുണ്ട്. ഈ വ്യൂസ് മാത്രം കണ്ടിരുന്നാൽ പോരാട്ടോ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഐലൻഡ് ബോയ് ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടുപെട്ടത്. കടലിലൊരു പാർക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഈ അടുത്ത് ഇവിടെ വന്നിട്ടേ ഉള്ളൂ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഐലൻഡിലുള്ള സകല കുട്ടികളും അവിടെ ഉണ്ട്. കൗൺസിൽ വക ആയതുകൊണ്ടായിരിക്കാം എൻട്രിയും ഫ്രീ ആണ്. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഒരു ബിരിയാണിയും കഴിച്ച് ഞങ്ങളുടെ ഐലൻഡിലേക്ക് തിരിച്ചു പുറപ്പെട്ടു. ഇതുപോലെയുള്ള മാൽഡീവിയൻ വിശേഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.